ഹലോ ഗൈസ്, നമ്മൾ വർക്കിന് പോവാണ് കേട്ടോ. ഇന്നത്തെ മേക്കപ്പ് വർക്ക് നമുക്കിവിടെ തൊടുപുഴയാണ് കേട്ടോ. ഇന്ന് ഞാൻ എറണാകുളത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവിടുന്ന് 2 മണിക്കൂർ കൂടുതൽ നമ്മൾ ലൊക്കേഷനിലേക്ക് യാത്രയുണ്ട് കേട്ടോ. 2 ദിവസം അടുപ്പിച്ച വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ് ഞാൻ. ഇങ്ങനെയുടെ കാര്യം പിന്നെ പറയണ്ട, ഇങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുകയാണ് വർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നേരത്തെ നമ്മൾ തൊടുപുഴയ്ക്ക് എത്തി, കുറച്ച് കറങ്ങിയെങ്കിലും നമ്മൾ എന്തായാലും വീട് കണ്ടുപിടിച്ചു. ഈ ഒരു വീട്ടിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വർക്ക്. ഇത് ബ്രൈഡൽ വർക്ക് അല്ല, ഗസ്റ്റ് ലുക്കാണ്. 3 ഗസ്റ്റ് ലുക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഗസ്റ്റ് ലുക്ക് മാത്രമല്ല, മെയിനായിട്ട് ബ്രൈഡൽ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ എടുക്കും കേട്ടോ. വന്ന ഉടനെ നമ്മൾ സാരിന്നാണ് തുടങ്ങിയത്. സാരി പ്രീപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ പകുതി മുക്കാൽ ജോലി നമ്മുടെ ഒതുങ്ങി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിലെ സാരിയാണ് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 3 സാരീസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. 3 സാരി നമ്മൾ കറക്റ്റായിട്ട് പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ മേക്കപ്പും ഹെയറും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഉടുക്കണ്ടയാണെങ്കിൽ ഞാൻ സാരി ബോക്സ് ചെയ്ത് വെക്കാറില്ല. ഞാൻ പ്രീപ്ലീറ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്യാറാണ് പതിവ്. അത്യാവശ്യം നീറ്റ് ആൻഡ് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ നമ്മൾ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാറ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെഷർമെന്റ് എടുത്തതിന് ശേഷം മാത്രമേ സാരി പ്രീപ്ലീറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാങ് ചെയ്യുമ്പോഴും ബോക്സ് ചെയ്യുമ്പോഴും ഒക്കെ ഇത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ 3 സാരിയും ഹാങ് ചെയ്തിട്ടുണ്ട്. ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാരി ഡ്രോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡായി. എങ്കിലും വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഉഷാറായിരിക്കും. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചു. ഒരുപാട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മളെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കഴിപ്പിക്കുകയായിരുന്നു. അത്ര നല്ല ഫാമിലി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ക്ലയൻസിന് കിട്ടുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഭാഗ്യമാണ്. ഭയങ്കര സന്തോഷമാണ്. ഇത് കഴിച്ച് കഴിഞ്ഞതോടെ നമ്മൾ എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 2 o'clock ആകുമ്പോഴേക്കും നമ്മുടെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യണം. 3 പേരുടെയും സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഹെയർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ആണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. അവിടെ ഊബർ വരാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അവർ തന്നെ ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ച് തരുമായിരുന്നു. ഞങ്ങൾ നേരെ തൊടുപുഴ KSRTC സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല വിശപ്പുണ്ടായത് കൊണ്ട് ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് കയറി. തൊടുപുഴ KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു കായലിന്റെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശപ്പുണ്ടായതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. ബസ്സൊക്കെ വന്ന് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഒരു സമയമായി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.